നമസ്കാരം. ഞാൻ വിനോദാണ്. വിരാടം വിനോദം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പോകുന്നത് അധികം ദൂരത്തേക്കല്ല, ചരിത്രപ്രസിദ്ധമായ അതിപുരാതനമായ തൃക്കാക്കര അപ്പൻ്റെ സന്നിധിയിലേക്കാണ്, തൃക്കാക്കര ക്ഷേത്രത്തിലേക്കാണ്. കാക്കനാടിനും പൂക്കാട്ടുപടിക്കും ഇടയിൽ ഏതാണ്ട് 10 ഏക്കർ സ്ഥലത്ത് വിശാലമായി കിടക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഈ തൃക്കാക്കര ക്ഷേത്രം. ക്ഷേത്ര സമുച്ചയം എന്ന് പറയാൻ കാരണം 2 ക്ഷേത്രങ്ങൾ ഈ തൃക്കാക്കര ക്ഷേത്രത്തിലുണ്ട്. പ്രധാന മൂർത്തി വാമനമൂർത്തിയും രണ്ടാമൻ മഹാദേവനുമാണ്. പിന്നെ മലയാളികൾ ഒരിക്കലും മറക്കാത്ത മഹാബലിയുടെ സ്ഥാനവും. ഇങ്ങനെ 3 ചേർന്നതാണ് തൃക്കാക്കര ക്ഷേത്രം. നമ്മൾ ആദ്യം പോകുന്നത് മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. ഏതാണ്ട് 2000 വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ക്ഷേത്രം. ചരിത്രം കൃത്യമായിട്ട് അറിയുന്നവർ ഒരു കമൻറ്റിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സന്തോഷമായിരിക്കും. കൃത്യമായ ചരിത്രമൊന്നും എനിക്കും അറിയില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പഠിക്കണം. ക്ഷേത്രത്തിൻ്റെ ചരിത്രം കമൻറ്റുകളിലൂടെ അറിയിച്ചാൽ വളരെ ഫലവത്തായിരിക്കും. ഇവിടുത്തെ മഹാദേവൻ സ്വയംഭൂവാണെന്നാണ് പറയപ്പെടുന്നത്. മഹാദേവനെ വണങ്ങുന്നതിന് മുമ്പ് ഉപദേവതകളായ ഗണപതി, സുബ്രഹ്മണ്യൻ, പാർവതി, ദുർഗ ഇവയൊക്കെ വണങ്ങിയാണ് നമ്മുടെ ക്ഷേത്രത്തിനകത്ത് കയറുന്നത്. പണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് തൃക്കാൽ കര എന്നാണെന്ന് പോലും. അതായത് വാമനമൂർത്തി 3 കാലടി വെച്ച് 3-ാമത്തെ കാലടി മഹാബലിയുടെ തലയിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തേക്ക് ചവിട്ടിത്താഴ്ത്തിയതിനെ ഓർമ്മപ്പെടുത്തുന്നതുകൊണ്ടായിരിക്കും തൃക്കാൽ കര എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര് അറിയപ്പെടുന്നത്. പിന്നീട് അത് തൃക്കാക്കരയായി മാറിയതാണ്. വലത്ത് വെച്ച് മഹാദേവനെ വണങ്ങി നമ്മൾ പുറത്തിറങ്ങി ഇനി വാമനമൂർത്തിയുടെ അടുത്തേക്ക്. ഇതാണ് വാമനമൂർത്തി ക്ഷേത്രം, മലയാളികളുടെ തൃക്കാക്കരയപ്പൻ. ഇത് മഹാബലിയുടെ സ്ഥാനമാണ്. മഹാബലിയെ ഇവിടെയാണ് കുടിയിരുത്തിയത്. ആ മഹാനായ ചക്രവർത്തിക്ക് ഒരു തുള്ളി എണ്ണയൊഴിച്ച് ഞങ്ങൾ വാമനമൂർത്തിയുടെ സന്നിധിയിലേക്ക്. മലയാളികളുടെ ഓണാഘോഷം ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്, അറിയാമല്ലോ. ചരിത്രപരമായി ഈ സ്ഥലത്ത് ചേരമാൻ പെരുമാൾ അദ്ദേഹത്തിൻ്റെ സാമാന്തര രാജാക്കന്മാരുടെ യോഗം കർക്കിടക മാസത്തിലെ തിരുവോണത്തിന് ആരംഭിച്ച് ചിങ്ങമാസത്തിലെ അത്തം മുതൽ 10 നാൾ തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളോടെ നിർത്തിയിരുന്നു. പിന്നീട് ഈ സാമന്തര രാജാക്കന്മാർക്കും ഗ്രാമപ്രമുഖർക്കും ഒന്നും പങ്കെടുക്കാൻ പറ്റാതെ വരുന്ന അവസരത്തിൽ ഈ ആഘോഷം, അതായത് ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള ആഘോഷം അവരവരുടെ താമസ സ്ഥലത്ത് തന്നെ തൃക്കാക്കരയപ്പനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടത്തണമെന്ന് അദ്ദേഹം വിളംബരം പുറപ്പെടുവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണത്രേ നമ്മുടെ ഈ 10 ദിവസത്തെ ഓണാഘോഷം ഉണ്ടായത്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണിക്കുന്നതിന് പരിമിതിയുള്ളതുകൊണ്ട് പുറമേ മാത്രമുള്ള വീഡിയോകളാണ് നിങ്ങളെ കാണിക്കുന്നത്. അവസരം കിട്ടുന്നവർ ഈ ക്ഷേത്രമൊന്ന് സന്ദർശിക്കേണ്ടത് തന്നെയാണെന്നാണ് അഭിപ്രായം.
പ്രസാദമൊക്കെ വാങ്ങി കുറച്ചു നേരം ആ ക്ഷേത്ര പരിസരത്ത് വിശ്രമിച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതിയെ വീട്ടിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക, ലൈക്ക് ചെയ്യാനും. നന്ദി. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നമസ്കാരം.